ഹലോ. അപ്പോൾ ഇന്ന് ഒക്ടോബർ 30 നമ്മുടെ നദുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നദാനെ നിങ്ങൾ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അമ്മയുടെ അനിയത്തികൾ വെച്ചാണ് കേട്ടോ. എൻ്റെ അപ്പനും അമ്മയാണ് കേട്ടോ അവൻ്റെ ഗോഡ് പാരൻസ്. ദാറ്റ് മീൻസ് തലതൊട്ടപ്പൻ്റെ തലതൊട്ടമ്മ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ആയപ്പോഴത്തേക്കും കേക്കും ക്യാപ്പും തിരിയൊക്കെ ആയിട്ട് പോവാണ്. ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ജോലിക്കും ക്ലാസ്സിലൊക്കെ പോയി വരാനായിട്ട് ആ ഒരു ടൈമൊക്കെ ആവുമല്ലോ. അങ്ങനെ ഞാൻ നൈറ്റ് കുഞ്ഞൊരു സെലിബ്രേഷനാട്ടോ, ഭയങ്കര വലിയ സെലിബ്രേഷനൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ ചെന്ന് നദാനാണെങ്കിൽ ആകെപ്പാടെ എല്ലാവരെയും കൂടി കണ്ടിട്ട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു കേട്ടോ, കരച്ചിലൊക്കെ ആയിരുന്നു. ആ ക്യാപ്പൊന്നും വെച്ചിട്ട് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവന്. പിന്നെ ആ കേക്ക് മുറിക്കുന്ന സമയത്ത് അമ്മ അത് എങ്ങനെയോ വെച്ച് കൊടുത്തു. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്ക് കിട്ടിയുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം തന്നെ കേക്കൊക്കെ എടുത്ത് വെച്ച് തിരിയൊക്കെ കത്തിച്ച് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ പോയി അതൊരു പ്ലേറ്റിലാക്കിയിട്ട് അതും കൂടെ വെച്ച് പിന്നെ അതാ പ്രാർത്ഥിച്ച് കഴിഞ്ഞത് ആ കേക്ക് മുറിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നദാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ്. വിശാലിന് 14 വർഷം കാത്തിരുന്നുണ്ടായിരുന്ന കുഞ്ഞനിയനാണ് കേട്ടോ. പിന്നെ ഇവൻ വന്നതോടുകൂടി ഞങ്ങൾ ചേച്ചിമാർ നന്നായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞാവൾക്ക് ഫുഡ് എടുക്കാൻ പഠിച്ചു, അവരെ എടുക്കാൻ പഠിച്ചു, കരച്ചിൽ മാറ്റാൻ പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു ഗൈസ്. ഇപ്പം ഞങ്ങൾ അതിലൊക്കെ പ്രോ ആണ്. അങ്ങനെ ഒരു കണക്കിന് ആ തൊപ്പിയൊക്കെ വെച്ച് അത് തിരിച്ചാണ് വെച്ചേക്കുന്നത്. എന്നാലും ഞങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ വെപ്പിച്ചതാ കേക്കൊക്കെ മുറിക്കുകയാണ്. പിന്നെ എല്ലാവരും വായിലൊക്കെ വെച്ച് കൊടുത്തു. ആൾക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ അവന് വായിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഓരോ പീസ് ഞങ്ങളൊക്കെ മുറിച്ച് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സേമിയ പായസമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ മിഠായി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റോട് എറിയലായിരുന്നു കേട്ടോ നദാൻ്റെ പണി. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. കുറച്ച് നേരം അവനെടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോയി നടന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ചിക്കൻ കറിയും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. പിന്നെ അവന് കിട്ടിയ ഡ്രസ്സൊക്കെ നോക്കി അപ്പോഴേക്കും അവന് വിശന്നു. അങ്ങനെ ആൻറ്റി അവന് ഫുഡ് കൊടുത്തു. പിന്നെ കുറച്ച് നേരം കളിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോന്നു.